കേട്ടിട്ടുണ്ടോ? പുനുഗുലു. ആന്ധ്ര തെലങ്കാന പ്രദേശങ്ങളിൽ സാധാരണയായി ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്ക് ഐറ്റം ആണ് പുനുഗുലു. നമ്മുടെ ദോശമാവിനോട് സാമ്യമുള്ള ഒരു ബാറ്റർ ഉപയോഗിച്ചാണ് അവരിത് തയ്യാറാക്കാറുള്ളത്. എന്നാൽ ഗോതമ്പ് മാവ് ഉപയോഗിച്ചും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു ഇൻസ്റ്റന്റ് പുനുഗുലു റെസിപ്പിയാണ്. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് പുളിയുള്ള തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂണിനടുത്ത് സോഡാപ്പൊടി എന്നിവ ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഇതിലേക്ക് വെള്ളം അല്പാൽപം തെളിച്ചു കൊടുത്ത് മാവിനെ നമുക്ക് ആവശ്യമായ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണം. ഇതുപോലെ എണ്ണയിലേക്ക് നുള്ളിയിടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ലഭിക്കേണ്ടത്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. കുറഞ്ഞത് 2 മുതൽ 4 മണിക്കൂർ വരെ മൂടിവെക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ജീരകം, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, നിങ്ങളുടെ എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായതിനു ശേഷം മാവ് എണ്ണയിലേക്ക് ഇതുപോലെ ബോൾസ് ആയി ഇട്ട് കൊടുക്കാം. കറക്റ്റ് ബോൾ ഷേപ്പ് കിട്ടണമെന്നില്ല. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പുനുഗുലു ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഗോൾഡൻ കളർ ആയാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും മുരിഞ്ഞതിന് ശേഷം കോരി മാറ്റാം. ഇതുപോലെ ബാക്കി വന്ന മാവും ഫ്രൈ ചെയ്തെടുക്കാം. കൈ കൊണ്ട് നുള്ളിയിട്ടാൽ മതിയാകും. ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇതിനധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. എന്ന് വെച്ച് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെയായാല് ഉൾഭാഗം ശരിക്കും വേവാതെ വരും. അങ്ങനെ എല്ലാ മാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഈ പുനുഗുലു പുറമേ ക്രിസ്പിയും അകമേ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്കിതിനെ തേങ്ങാ ചട്നിയുടെയോ തക്കാളി ചട്നിയുടെയോ കൂടെ ഒരു ഈവനിങ് സ്നാക്കായി കഴിക്കാം. ഈ ഈസി പുനുഗുലു നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. പുതിയ ഒരു റെസിപ്പിയായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.